ചെമ്പിനടുത്തുള്ള പാലാക്കരി എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. അടിപൊളി സ്ഥലമാണ്, പ്രകൃതി രമണീയമായ സ്ഥലം. പറഞ്ഞ വാക്ക് മാനിച്ചു. എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള KSNC ക്രൂയിസ് ടെർമിനലിൽ നിന്നും രാവിലെ 9:30 മണിക്ക് പുറപ്പെടുന്ന മിഷേൽ എന്ന ക്രൂയിസ് വെസലിലാണ് പാലാക്കരി ട്രിപ്പ് ആരംഭിക്കുന്നത്. മിഷേലും ക്ലിയോപാട്രയും 2 ബസ്സിലും അങ്ങോട്ട് പോകുന്നത് തന്നെ. എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, ആലപ്പുഴ ജില്ലകളിലൂടെ അടിപൊളിയായിട്ടാണ് വൈക്കം ഭാഗത്തേക്കുള്ള ഈ ബസ്സിൻ്റെ യാത്ര. നടക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ ഇദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ആമചാരി കണ്ണൻദേവ് എന്ന് പറയുന്ന ആൾക്ക്. അപ്പോ ഈ നാട്ടിലുള്ള സമയത്ത് ഇവിടുത്തെ എല്ലാ വിശദ വിവരങ്ങളും നമുക്ക് വിവരിച്ചു തരുന്നത് പ്രശസ്ത ഗൈഡായിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1904 ആ കാലഘട്ടത്തിൽ ഒരു 4 വയസ്സുള്ള ഒരു പയ്യന്റെ അച്ഛനും അമ്മയും മരിക്കുകയും അവനെ പിന്നീട് ഒരു നായർ സമുദായക്കാരൻ എടുത്ത് വളർത്തിയത്. അവൻ വളർന്ന് ഒരു 18-19 വയസ്സായപ്പോഴാണ് വൈക്കം പാട്ടിലെ ചെമ്പിനടുത്തുള്ള പാലാക്കരി എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. അടിപൊളി സ്ഥലമാണ്, പ്രകൃതി രമണീയമായ സ്ഥലം. നമ്മുടെ KSNCയുടെ 2 ബസ്സിലാണ് വന്നിരിക്കുന്നത്. ഒന്നിൽ ഞാനും അഗസ്റ്റേട്ടനും അഭിലാഷും, മറ്റൊന്നിൽ ബബിനും വിനോദും അനന്തനും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് കാണാം നമുക്ക്. മരമുന്നൊരു
ക്യാമറ ഉണ്ട് വെറ്റി ക്യാമറ പ്രത്യേകം മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ഈ സംഭവങ്ങൾ? പറഞ്ഞ വാക്ക് പാലിച്ചു. അയ്യോ അപ്പൊ 2 മിനിറ്റ് വേണ്ടുള്ളല്ലേ ലക്ഷ്മി മീൻ പിടിക്കാം? പറയുമ്പോ മാനസികമായിട്ട് എന്റെ അവസ്ഥ ആലോചിക്കുമ്പോ ചിരിയൊക്കെ കട പോയില്ലേ? പൈസ കൊടുക്കണം നമ്മൾ. അപ്പൊ അഭിലാഷ് നമ്മുടെ മാനം കാത്തു. ഓക്കെ മേലൂടെ മീൻ പിടിച്ചത് കണ്ട അഭിലാഷം അതിന് പാട്ട് അത്ര പോരെങ്കിലും മീൻ പിടിക്കാൻ അഭിലാഷ് പറഞ്ഞു ചൂണ്ടയിൽ ഏറ്റവും വലിയ ക്ഷമ എന്ന വാക്ക് 2 അക്ഷരമുള്ളൊരു വാക്കാണ് ക്ഷമിക്കുക. നേരം ക്ഷമിച്ചിരുന്നാൽ കിട്ടും ഏത് മീനും ഏത് മീനും വരെ. എല്ലാരും ചേർന്ന് ഇവിടെ കടലിലേക്ക് പോകാൻ പോണ് അല്ലേ? ആ സ്പീഡ് ബോട്ടിൽ പോകാണ് ഞങ്ങള് അല്ലേ? അപ്പൊ ഞങ്ങള് സ്പീഡ് ബോട്ടിൽ പോകണം. സ്കില്ല്
ഉച്ചയ്ക്ക് നമുക്ക് പാലക്കാട് റിസോർട്ടിൽ തന്നെ നമുക്ക് വിഭവസമൃദ്ധമായ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പോലെയുള്ള ഫുഡുകൾ ലഭിക്കും. ഒരു സ്ത്രീ ശക്തിയുടെ കെയർ ഓഫിലാണ് അവരവിടെ ഫുഡ് നമുക്ക് അലൗഡ് ചെയ്യുന്നത്. തിരിച്ച് 3 മണിക്ക് നമ്മൾ വെസലിൽ കയറി കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റും കഴിഞ്ഞ് അടിപൊളിയായി കൊച്ചിയുടെ മനോഹാരിതയും കണ്ടുകൊണ്ട് ഫീഡ്ബാക്കുകളെല്ലാം പറഞ്ഞ് 5 മണിക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവ് ജെട്ടിയിൽ നമ്മൾ തിരിച്ചെത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.